സോൾ മന്ത്രായോഗ ഹബ്ബ് കായംകുളം ശാഖ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യു പ്രതിഭ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോൾ മന്ത്രായോഗ ഹബ്ബ് കായംകുളം ശാഖയുടെ നേതൃത്വത്തിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് ആദരിക്കൽ, അനുമോദനം എന്നിവ നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ദിവസങ്ങളുടെ ക്യാമ്പയിൻ ചെയ്താൽ കുറെ പേരിലേക്ക് അത് എത്തും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ യോഗയുടെ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പോസ്റ്റൊക്കെ ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും ആകർഷിച്ച, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ടാണ്, യു കാനോട്ട് ഓൾവേസ് കൺട്രോൾ വാട്ട് ഗോസ് ഓൺ ഔട്ട്സൈഡ്. അല്ലേ, ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഡിപ്രഷൻ, അതുപോലെ വർക്ക് ലോഡ്, ഒന്നും പറയണ്ട, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പ്രശ്നങ്ങളായി മാറുന്ന ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അപ്പോൾ അവിടെ നമുക്കൊരിക്കലും ഔട്ട്സൈഡ് നടക്കുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമുക്ക്, ബട്ട് യു ക്യാൻ ഓൾവേസ് കൺട്രോൾ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാട്ട് ഗോസ് ഓൺ ഇൻസൈഡ്. അപ്പം നമുക്ക് ഇൻസൈഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ഡെഫിനറ്റ്ലി പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനൊരു പൊതുവെ ഇച്ചിരി മടിച്ചാണ്, യോഗയൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ബേസിക് ആയിട്ടൊരു മടി യോഗയില്ല. പിന്നെ ഒരിക്കലും ഒരേ ടൈം ഞങ്ങൾക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും. ഞാൻ പല അറ്റംപ്റ്റ് ഷൈജുവിൻ്റെ അടുത്ത് നടത്തി ചെയ്ത് നോക്കാം, ഓൺലൈനൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിയമസഭാ ഹോസ്റ്റലിൽ ഓൺലൈനിൽ ഞാനൊരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ നടന്നില്ല. പക്ഷേ കൃത്യമായൊരു ടൈം മാനേജ് ചെയ്ത് പോകുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടെത്താം, ഈ പറഞ്ഞാലും വേണം കണ്ടെത്താം, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കണ്ടെത്താം. പക്ഷേ ട്രാവലിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ പലപ്പോഴും അത് മുടങ്ങാറുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഉറങ്ങാൻ വേണ്ടി യോഗ നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട്, കാരണം ഒട്ടനവധി ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കുമല്ലോ ഞാൻ, നിങ്ങൾക്കറിയാം, ഒരുപാട് ടെൻഷൻസ്. നമ്മൾ ചിലപ്പോൾ ഒന്നും പുറത്തൊന്നും കാണില്ലെങ്കിൽ പോലും മേ ബി അത് ഉള്ളിലുണ്ടാവും. ടെൻഷൻസൊക്കെ വേണ്ടാതെ ഒരു പാട്ട് കേട്ട് ടെൻഷൻ മാറ്റാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അത്രയധികം ഹ്യൂജായിട്ടുള്ള വലിയ ഇഷ്യൂസ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ടെൻഷൻസ് ഉണ്ടാവും. അപ്പം ഞാൻ കണ്ടുപിടിച്ചതിൽ ഉറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1-2 യോഗ മെത്തേഡ്സ് എനിക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ നഗരസഭ മുൻ ചെയർമാൻ കെ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു. യോഗ ട്രെയിനറും തെറാപ്പിസ്റ്റുമായ ഷൈജു ഷംസുദ്ദീൻ യോഗ സന്ദേശം നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ ഒരു ഘട്ടം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ആസനങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി 7 ഘട്ടങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ പതഞ്ജലി ഊന്നൽ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ ഒരു പ്രാധാന്യം യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ല. ഞാനും സോണിച്ചേട്ടനും തമ്മിൽ ഒരുപാട് തവണ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സമകാലിക ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ കോൺസെപ്റ്റ് കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. നമുക്കറിയാം, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വാക്ക് ഒരുപാട് ദീർഘിപ്പിച്ചു പോകുന്നില്ല, ഞാൻ കുറച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണെങ്കിലും ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ആരോഗ്യം മാത്രമാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കയ്യിൽ 100 കോടി രൂപയുണ്ട്, നിങ്ങളുടെ ഇങ്ങനെ നിങ്ങൾ വിരൽ നൊടിച്ചാൽ നിങ്ങൾക്ക് പരിചാരകരായിട്ട് ഒരു 100 പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരിക്കാനുള്ള 1000 പേരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏജിലും നിങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കാനും പറ്റും. ആരോഗ്യത്തിനേക്കാൾ വലിയൊരു സമ്പാദ്യം വേറെ എന്താ ഉള്ളത്? പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മളെല്ലാവരും, നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം തന്നെ മാറ്റിമറിക്കേണ്ടതായിട്ടുണ്ട്. അത് യോഗയിലൂടെ നമുക്ക് പറ്റൂ. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഓരോ പ്രവർത്തികളെ അതിന് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അതിനുള്ളൊരു പ്രതിജ്ഞ എടുത്ത് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ ഒരു കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി. പി പ്രദീപ് ലാൽ, പ്രശാന്ത് KB, കെ അജയ്കുമാർ, അഡ്വക്കേറ്റ് ദീപ, ശ്രീകുമാർ G, സീമ, ഗീതാമണി, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വിനോദ് PR കൃതജ്ഞത പറഞ്ഞു. CD ന്യൂസ് കായംകുളം.